ഗൂയിസ് മമ്മൂട്ടി, അഞ്ജന, രാജ്ബി ഷെട്ടി അഭിനയിച്ച പടമാണ് ടർബോ. കണ്ടിരിക്കേണ്ട നല്ലൊരു സിനിമ തന്നെയാണ് ഗൈസ്. നമ്മൾ സംസാരിക്കുന്നത് മന്ദാകിനിയെ കുറിച്ചിട്ടല്ലേ? യെസ്. ബിജു മേനോൻ, ആസിഫ് അലി, അനുശ്രീ, മിയ ഇവരൊക്കെ അഭിനയിച്ച പടം അല്ല മന്ദാകിനി, വീണ്ടും ചമ്മി. സോ ഗൈസ്, അൽത്താഫ്, ഗണപതി ആൻഡ് അനാർക്കലി മരക്ക, കണ്ണിൽ മറകുള്ള ആ കുട്ടിയും, യെസ്, ഇവർ മൂന്നുപേരും കൂടി അഭിനയിച്ച ഒരു സിനിമയാണ് മന്ദാകിനി. സിനിമയുടെ ട്രെയിലർ കാണാൻ നിർബന്ധമൊന്നുമില്ല, ഇതിൻ്റെ പോസ്റ്റർ കാണുമ്പോൾ തന്നെ ഏകദേശം ഊഹിക്കാം വാട്ട് ഈസ് ദിസ് സിനിമ ടോക്കിംഗ് അബൌട്ട്. യെസ്, കോമഡി. അൽത്താഫിൻ്റെ കോമഡിയാണ് ഫോക്കസ് ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നിയൊരു കാര്യം, സിനിമയിൽ കസർ ചെയ്ത് ഈ വിനീത് അവൻ്റെ ഫുൾ നെയിം ഞാൻ മറന്നുപോയി, കക്ഷിയുടെ ഫോട്ടോഗ്രാഫി ഞാൻ അവിടെ വെച്ചേക്കാം, നിങ്ങൾക്ക് ആളെ പിടികിട്ടും. ഇങ്ങേരുടെ തൃശ്ശൂർ സ്ലാങ്ങും ആ ഒരു സംസാര രീതിയും അതിൻ്റെ ഇടയ്ക്കുള്ള കോമഡി. ഇനി ഒരു കോമഡി പറയേണ്ട ആവശ്യമൊന്നുമില്ല, ആ സ്ലാങ്ങിൽ സംസാരിക്കുമ്പോൾ തന്നെ മതി. സിനിമയിലൂടെ നീളം കക്ഷിയാണ് കസർ ചെയ്ത്. പോസ്റ്ററിൽ എവിടെയും കക്ഷിയുടെ ഫോട്ടോ ഇല്ല, പക്ഷേ സിനിമയിലൂടെ നീളം കസർ ചെയ്ത് ഈ ഒരു കക്ഷിയാണ്. നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ യു വിൽ ഡെഫിനറ്റ്ലി അഗ്രി വിത്ത് മീ. കാരണം സിനിമ സംസാരിക്കുന്നത് ഈ അൽത്താഫിൻ്റെ കല്യാണം, അൽത്താഫും അനാർക്കലിയുടെ കല്യാണം രാത്രി നടക്കുന്ന ചില സംഭവ വികാസം, ചിലതല്ല ഒരൊറ്റ സംഭവ വികാസം. അനാർക്കലി അറിയാണ്ട് അൽത്താഫ് കുടിക്കേണ്ടിയിരുന്ന വാറ്റെടുത്ത് കുടിക്കണു, ഇടിച്ച് പിമ്പരിയാവണം, അങ്ങനെ കുറേ കൺഫെഷൻസൊക്കെ പുറത്ത് ചേർന്നു. പിന്നെ അവർ അതെങ്ങനെ ഫേസ് ചെയ്യണമെന്ന രീതിയിലുള്ള അതാണ് സിനിമ സംസാരിക്കുന്നത്. ഇഷ്ടപ്പെട്ട ഒരു സീൻ ക്ലൈമാക്സിനോട് ചേർന്നിട്ട് ഈ ഒരു രാജലക്ഷ്മി ഡ്രൈവിംഗ് സ്കൂളിൽ പറഞ്ഞ ആ വണ്ടിയിൽ ഈ ഒരു 6 സ്ത്രീകൾ കയറിയിട്ട് നമുക്ക് അവനെ പിടിച്ച് ഇടിയാം എന്ന് പറഞ്ഞു പോകുന്ന ആ ഒരു ഒറ്റ സീൻ മാത്രമാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഒരു തരം ത്രയംബകം കയറി വരാമെന്നൊക്കെ പറയില്ലേ, അത് ഫീൽ ചെയ്തത് ആ ഒരു ഒറ്റ സീൻ മാത്രമാണ്. ബാക്കിയല്ലാതെ ഇങ്ങനെ ഒരു ഓളത്തിൽ ഇങ്ങനെ തന്തത്തിൽ നമുക്ക് ഇങ്ങനെ കണ്ട് രസിക്കാവുന്ന ഒരു സിനിമ. അതിലപ്പുറം ഒന്നും എക്സ്പെക്റ്റ് ചെയ്യരുത്. എക്സ്പെക്റ്റേഷൻസ് ഇല്ലാതെ പടം കാണാൻ പോകുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലത്. സോ ഗൈസ്, എൻ്റെ ഒരു ഒപ്പീനിയൻ, വൺ ടൈം വാച്ചബിൾ, കാണാം, കൊള്ളാം, നല്ലൊരു ഡയറക്ഷൻ മൂവി, കഥയും ഏറെക്കുറെയൊക്കെ രസമാണ്. പക്ഷേ എൻ്റെ ശ്രദ്ധയിൽ വിനീതാണ് കഫർ ചെയ്തത്. കക്ഷീനെ മറക്കാൻ പറ്റുന്നില്ല സിനിമ കണ്ടതിന് ശേഷം. ആൻഡ് സിനിമയുടെ ഷൂട്ടിംഗ് മൊത്തം നടക്കുന്നത് എനിക്ക് തോന്നുന്നത് നെടുമ്പാശ്ശേരി ആ ഒരു എയർപോർട്ടിന് റൺവേയുടെ തൊട്ടപ്പുറം ചേർന്ന ഒരു വീട്, അവിടെ കല്യാണ ആഘോഷങ്ങളൊക്കെ, പിന്നെ അൽത്താഫിൻ്റെ ഫ്ലെക്സ് വെച്ചിട്ടുണ്ട് വെഡ്ഡിങ് ഡേയിലൊക്കെ. സോ ഒരു ബാഹുബലിയിലെ ആ ഒരു രൂപമൊക്കെ കാണിക്കണം. പ്രത്യേകിച്ച് അവിടെ ചെറിയ കോമഡികളൊക്കെ അവിടെ കയറ്റി വെച്ചിട്ടുണ്ട്. കണ്ടിരിക്കാവുന്ന നല്ലൊരു സിനിമയാണ് ഗൈസ്. ആൻഡ് ഐ ഡോണ്ട് നോ, ചിലർക്ക് അത്ര വലിയ ഒന്നും പിടിച്ചില്ല. ഓക്കെ, കണ്ടിരിക്കാം എന്നുള്ളതാണ്. ക്രിട്ടിക്സ് എല്ലാവരും പറഞ്ഞിരുന്നത് അത് തന്നെയാണ്. അത്രയ്ക്ക് അങ്ങനെ ഡീപ്പായിട്ട് ചിരിക്കാനൊന്നുമില്ല, അട്ടഹസിച്ച് ചിരിക്കാനൊന്നുമില്ല. ആൻഡ് ഓഡിയൻസ് റെസ്പോൺസ് വാസൻ ദാറ്റ് മച്ച്. എല്ലാവരും അട്ടഹസിച്ച് ചിരിക്കുകയാണ്. ഇങ്ങനെ ഒരു ഉള്ളിലൊരു ചെറിയൊരു ചിരി വെച്ചിട്ട് കാണാൻ പറ്റിയ നല്ലൊരു സിനിമയാണ്. ആൻഡ് ഐ തിങ്ക് എവിടെയോ ഒരു പാളിച്ച പറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ശ്രദ്ധ മൊത്തം വിനീതിന് പോയിരിക്കുന്നത്. അൽത്താഫിൻ്റെ കോമഡിയിലാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടിയിരുന്നത്. പക്ഷേ കക്ഷി എന്തോ ഐ തിങ്ക് ദ പ്രോബ്ലം മൈറ്റ് ബി ഞാൻ ചിലപ്പോൾ ഉദ്ദേശിച്ചത് എന്താണെന്ന് അറിയില്ലല്ലോ. എനിവേ, അത്ര വലിയ ഫ്ലോപ്പൊന്നുമല്ല, കണ്ടിരിക്കാൻ നല്ല ഒരു സിനിമ. അതൊക്കെ പറയാനുള്ളൂ സിനിമയെ കൊടുത്തിട്ട്. പൊട്ടിച്ചിരിക്കുന്ന കോമഡി പ്രത്യേകിച്ചൊന്നുമില്ല. ഈ രാജലക്ഷ്മിനെ ഡ്രൈവിംഗ് സ്കൂളിനെ ബേസ് ചെയ്തിട്ട് നടക്കുന്ന ഒരു ഓട്ടത്തിലെ സീൻ, ആ വണ്ടി ഓടിച്ച് പോകുന്നൊരു സീനുണ്ട്, ഇവർ ബെന്നി എന്ന് പറയുന്ന സൈഡ് മുന്നിൽ പെടുന്ന ഒരു സീൻ, അതൊക്കെ ചിരിക്കുന്ന ഒരു ചെറിയ കാര്യങ്ങളും അതൊക്കെ തന്നെ. പിന്നെ ഗണപതിയുടെ ആ ഒരു ക്ലൈമാക്സ് സീൻ എനിക്ക് അത്ര കണ്ട് പിടിച്ചില്ല. പ്രിയ പി വാര്യർ വരുന്നതും ചിഞ്ചുയുടെ ക്യാരക്ടറായിട്ട് വരുന്നതും, പിന്നെ ഗണപതി നല്ല ലൂസായിട്ട് ഞാൻ വീണ്ടും പഴയ രീതിക്ക് തന്നെ പോകുന്ന രീതിയിലൂടെ പോകണം. എനിവേ, എനിക്കിഷ്ടപ്പെട്ട പോലെ ബാക്കിയുള്ളവർക്ക് ഇഷ്ടപ്പെടുമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. എവരി വൺ ഹാസ് ദിയർ ഓൺ പോയിന്റ് ഓഫ് ഒപ്പീനിയൻ. റെസ്പെക്റ്റിംഗ് ദാറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത സിനിമ എന്താവുകയുള്ളൂ. സോ ഗൈസ്, വാച്ച് ഇറ്റ്. അങ്ങനത്തെ സിനിമകളൊക്കെ കാണേണ്ടത് തന്നെയാണ്. ചിരിക്കാൻ പറ്റുന്നത് കൂടുതലൊന്നും പറയാനില്ല. സോ ഗൈസ്, ദാറ്റ്സ് ഇറ്റ്. ഐ വൈൻഡിങ് അപ്പ്. നെക്സ്റ്റ് മൂവി റിവ്യൂവിൽ കാണാം. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് കീപ് എൻജോയിങ് യുവർ ലൈഫ് ഗൈസ്. നല്ല മഴയാണ്.